മെഷർമെൻ്റ് ഒന്നും ഇല്ലാതെയും തുണി തയ്ച്ചെടുക്കാൻ പറ്റുമോ? പറ്റുമെന്ന് ഈ ന്യൂസ് പേപ്പറൊക്കെ കട്ട് ചെയ്ത് ഒരു ഡ്രസ്സ് തയ്ച്ചെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അരമണിക്കൂർ കഫ്താൻ തയ്ച്ച കോൺഫിഡൻസിൽ പഞ്ചാരിക്കുട്ടിക്ക് ഒരു കുഞ്ഞുടുപ്പ് തയ്ക്കാൻ ശ്രമിച്ചതാണ്. ആകെ അറിയാവുന്നത് ലെങ്ത് ന്യൂസ് പേപ്പറിൻ്റെ അത്രയും ഉണ്ടെന്ന് മാത്രമായിരുന്നു. നന്നായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റണ്ണൗട്ട് ആവുന്നൊരവസ്ഥയില്ലേ, അത് കേട്ടിട്ടുണ്ടെങ്കിലും ഈ സൂചി ഒടിഞ്ഞപ്പോഴാണ് ആ ഫീലിംഗ് ശരിക്കും എനിക്ക് മനസ്സിലായത്. മെഷീൻ വാങ്ങിച്ചപ്പോൾ കൂടെ കിട്ടിയ 3 സൂചിയിൽ ഒരെണ്ണം എടുത്തിട്ട് പ്രസ് ചെയ്ത് നല്ലതായിട്ട് ഇതാക്കി ഒന്ന് സ്ക്രൂവും കൂടി ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ മെഷീൻ്റെ സൂചിയൊക്കെ ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോട്ടം പോർഷനെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തു. ഞുറുവൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് തുണി എക്സ്ട്രാ ഉള്ളതുകൊണ്ട് കുറച്ച് ഞുറുവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കൈക്കാണെങ്കിലും പ്ലെയിൻ ആയിട്ടിരിക്കുന്നതുകൊണ്ട് കൈക്കും കുറച്ച് ഞുറുവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഓണം വരെ വെയിറ്റ് ചെയ്യണം. ഇനി ഓണത്തിന് നാട്ടിൽ പോകുമ്പം പഞ്ചാരിക്കുട്ടി ഇട്ട് നോക്കിയിട്ട് റെഡി ആവണമെന്ന് നോക്കണം. ഈ പറഞ്ഞ ബിൽഡപ്പിൽ അത്രയ്ക്കൊന്നും പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട. ഒരു ബെറ്റിക്കോട്ടിന് ഫ്രില്ല് വെച്ച് കൈവച്ച് എങ്ങനെ ഇരിക്കും ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.